ഞാൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുവിലേക്കാണ് വരുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് കൺഫ്യൂഷൻസ് ഉണ്ട് എന്നാണ്. അതുപോലെ ആക്ച്വൽസും പ്ലാൻ പ്രപ്പോസൽസും ഒക്കെ തമ്മിൽ അദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് മാധ്യമങ്ങൾക്ക് ഗൗരവമായ ഗുരുതരമായ പിശകു പറ്റി. താങ്കൾ പറഞ്ഞൊരു ശക്തമായ വാചകം ഞാൻ ഓർക്കുന്നു, ഈ ചർച്ചയിലടക്കം തോന്നിയവാസമാണ് എന്നാണ് പറഞ്ഞത്. അവിടെ കൊണ്ടും തീർന്നില്ല ഹരീഷ് വാസുവിൻ്റെ നിലപാട്. ഞാനത് താങ്കൾ ഈ ചർച്ചയിൽ താങ്കളത് പറഞ്ഞിട്ടുള്ളതാണ്, അത് വിശദീകരിക്കും അല്ലെങ്കിൽ പറയുമെന്ന് ഞാൻ വിചാരിക്കും, എന്തുമാവട്ടെ. പക്ഷേ പ്രതിപക്ഷ നേതാവ്, ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ഈ കേരളത്തെ തന്നെ പ്രതിനിധീകരിക്കുന്ന സർക്കാരിനെ പോലെ തന്നെ വളരെ ഉത്തരവാദപ്പെട്ട പദവിയാണ്. അദ്ദേഹം ചോദിച്ചത് മാധ്യമങ്ങൾ എന്തു തെറ്റു ചെയ്തു എന്നാണ്. ഹരീഷ് വാസുദേവൻ എന്തു പറയും, എന്തു തോന്നുന്നു? ഇത്തരം അവരെപ്പോലും, ഞാൻ പറയുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളെപ്പോലും ആ വാർത്തകൾ അപ്പോൾ സ്വാധീനിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടല്ലേ അദ്ദേഹം ചോദിച്ചത് മാധ്യമങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. റോണിയും ആ ലൈൻ പിടിച്ചാണ് സംസാരിച്ചത്. കൺഫ്യൂഷൻസ് ഉണ്ട്. നോക്കൂ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലവാരം അങ്ങേയറ്റം താഴെയാണ്. ഞാൻ ഏറ്റവും ചുരുങ്ങിയത് 3 പ്രതിപക്ഷ നേതാക്കളോടൊപ്പം കേരളത്തിൻ്റെ പൊതു രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അന്ന് മുതൽ ശ്രീ വി ഡി സതീശൻ എൻ്റെ സുഹൃത്താണ്. അതുകൊണ്ട് സൗഹൃദം മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുന്നത്. കേരളത്തിലെ ഏത് സർക്കാർ ഭരിച്ചാലും പ്രതിപക്ഷ നേതാവിന് ജനകീയമായ പ്രശ്നങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് നിയമസഭയിൽ അത് ഉന്നയിക്കുക എന്നുള്ളത് കേരളത്തിലെ ഓരോ പൗരൻ്റെയും ആവശ്യമാണ്. അതനുസരിച്ച് ഏത് പ്രതിപക്ഷ നേതാവിനെയും നമ്മൾ പിന്തുണയ്ക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുള്ളത്, കേരള സർക്കാർ എന്നത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും നാളെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഭരിച്ചാലും അത് കേരള ഗവൺമെൻറ് നമ്മുടെയാണ്. എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്തവരുടെയും ചെയ്യാത്തവരുടെയും പ്രതിപക്ഷത്തിരിക്കുന്നവരുടെയും കൂടി ഗവൺമെൻറ്. എക്സാക്ട്ലി. ഈ ഗവൺമെൻറ്റിന് കിട്ടേണ്ട പണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കിട്ടേണ്ട പണമാണ്. കേന്ദ്ര സർക്കാർ വയനാട്ടിലെ സാധാരണക്കാർക്ക് മരിച്ചുപോയ ആളുകളുടെ വീട്ടിൽ കൊടുക്കേണ്ട പണമാണ്. അല്ലാതെ പിണറായി വിജയനോ LDFനോ കിട്ടേണ്ട പൈസയല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്ര ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടാവും. ആദ്യമായിട്ടല്ല, ഇഷ്ടംപോലെ വീഴ്ചകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ശരത്ത് ചൂണ്ടിക്കാണിച്ചത് പോരാതെ ഞാൻ പറയാം. ശരത്ത് എന്നോട് ആദ്യത്തെ റൗണ്ടിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് എനിക്കിത് വളരെ പെട്ടെന്ന് കത്തിയത്. ആ കോടതി മുറിയിൽ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമല്ല, ഞാൻ UNDPയുടെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്താണ് കേരളത്തിൽ 2018 ഫ്ലഡ് ഉണ്ടാകുന്നത്. 2018 ഫ്ലഡിൻ്റെയും ലാൻഡ് സ്ലൈഡിൻ്റെയും ദുരന്ത പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ ദുരന്തത്തിന് ശേഷവും നിയമപരമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. എത്രയാണ് നാശനഷ്ടം ഉണ്ടായതെന്ന് കണക്കെടുക്കുക. കേരളം ഏൽപ്പിച്ചത് ഐക്യരാഷ്ട്രസഭയാണ്. ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ഏജൻസികളാണ് കേരളത്തിൽ. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് അക്കൗണ്ടബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് അവർ കൊടുത്താൽ മാത്രമേ നമുക്ക് കേന്ദ്രത്തിൻ്റെയും മറ്റ് ഏജൻസികളുടെയും സാമ്പത്തിക സഹായം ലഭ്യമാകൂ എന്നുള്ളതുകൊണ്ടാണ് കേരളം ഈ കാര്യം വിവാദമില്ലാതെ തന്നെ ഐക്യരാഷ്ട്രസഭയെ ഏൽപ്പിച്ചത്. അപ്പോൾ അവരുടെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് നടത്തിയ ടീമിൽ ഞാനുണ്ടായിരുന്നു. ഞാനൊരു കൺസൾട്ടൻ്റ് ആയിരുന്നു. എൻ്റെ പാർട്ട് വളരെ കുറവായിരുന്നു, പക്ഷേ വലിയൊരു സംഘമായിരുന്നു അത്. അവരുടെ അസസ്മെൻറ്റ് റിപ്പോർട്ടിൽ 25,000 കോടിയിലേറെ രൂപയാണ് കേരളത്തിനുണ്ടായ നഷ്ടം. ആ നഷ്ടത്തിന് കിട്ടിയത് എത്രയാ? 1% കേന്ദ്രത്തിന് കിട്ടിയത്. ഇത് കേരളം പരാതിപ്പെടാഞ്ഞിട്ടാണോ? കേരളത്തിൽ ശക്തമായി പ്രതിപക്ഷവും ഭരണകക്ഷിയും ചേർന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടതല്ലേ? അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും എനിക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ കേരള സർക്കാർ എന്തുകൊണ്ട് കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ പരാതിപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ചരിത്രം അറിയാം. നമ്മൾ കൊടുത്താൽ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ല, 1 വർഷത്തിന് ശേഷമാണ് പലപ്പോഴും ഈ റെസ്പോൺസ്, ഡിസാസ്റ്റർ റെസ്പോൺസ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം നമ്മൾക്ക് പലപ്പോഴും BJP ഗവൺമെൻറ്റിനകത്ത് കേരളത്തിൻ്റെ പ്രാതിനിധ്യം കുറവായതുകൊണ്ടും കേരളത്തിനോട് കാണിക്കുന്ന ചിറ്റമ്മ നയവും ഇഷ്ടം പോലെ PM കെയറിൻ്റെ തട്ടിപ്പ് എന്തുകൊണ്ട് കേരളത്തിലെ ഒരു മാധ്യമവും മിണ്ടുന്നില്ല എന്ന് ഞാൻ എൻ്റെ പോസ്റ്റിൽ ചോദിച്ചതുകൊണ്ടാണ്. അതിൻ്റെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരു ബിലീവബിൾ സ്റ്റോറിയാണെന്ന് വിചാരിക്കൂ. പലരും എന്നോട്, സുഹൃത്തുക്കൾ ചോദിച്ചു എന്നോട്, ആക്ച്വൽസ് എന്ന് കണ്ടതുകൊണ്ടല്ലേ കുഴപ്പം? ഈ സർക്കാർ പ്രതിനിധി ആക്ച്വൽസ് എന്ന് എഴുതി കൊടുത്തതല്ലേ ഇതിൻ്റെ കുഴപ്പം? ഈ ഒരു പ്രാവശ്യമെങ്കിലും ആ അഫിഡവിറ്റ് വായിച്ചാൽ അതിനകത്ത് ശവദാഹത്തിന് കൊടുത്തിരിക്കുന്ന കോസ്റ്റിനകത്ത് ആക്ച്വൽസ് വന്നതാണ് വലിയതായിട്ട് പെരുപ്പിച്ച് കാണിച്ചതെങ്കിൽ വീട് പണിതതിൻ്റെ ആക്ച്വൽസ് കൊടുത്തിട്ടുണ്ട്. വീട് പണിത് കഴിഞ്ഞോ വയനാട്ടിൽ ഒരെണ്ണമെങ്കിലും? പിന്നെ എങ്ങനെയാണ് വീട് പണിയുന്നതിന് ആക്ച്വൽസ് വരുന്നത്? അപ്പം ഇത് ആളുകൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണെന്ന് നമ്മൾ വിശ്വസിക്കണോ അരിയാഹാരം കഴിക്കുന്നവർ? രണ്ടാമത്തെ കാര്യം, ശരത്തെ മാധ്യമ പ്രവർത്തനം അക്കാഡമിക്കായി പഠിച്ചതല്ലെങ്കിലും ഞാനും കോഴ്സിനൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്. ആദ്യം പഠിക്കുന്ന പാഠം മാധ്യമ പ്രവർത്തനത്തിൽ, നിങ്ങൾക്കൊരു വാർത്ത കിട്ടിയാൽ ഒരു സോഴ്സിനെ വിളിച്ച് അത് സ്ഥിരീകരിച്ചതിന് ശേഷം ആ വാർത്ത ആർക്കെതിരായിട്ടാണോ അയാളുടെ ഭാഗം കേട്ടതിന് ശേഷമാണ് നിങ്ങൾ വാർത്തയുടെ ആംഗിൾ തീരുമാനിക്കേണ്ടത്. അയാളുടെ ഭാഗം കേൾക്കുക എന്നത് നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളിൻ്റെ ഭാഗമാണ്. നിയമത്തിനകത്ത് മാത്രമല്ല മാധ്യമ പ്രവർത്തനകത്തും നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു വാർത്ത പുറത്തുവിടുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഏറ്റവും മിനിമം മര്യാദകളിലൊന്നാണ്.
ഇനി വാർത്ത മാറ്റിവെച്ചാൽ പോലും, നമ്മൾ ഒരാളോട് രേഷണി പറയുകയാണെങ്കിൽ പോലും നമ്മളുടെ നിലപാട് വ്യക്തമാക്കുന്നതിന് മുമ്പ് ആരോപണ വിധേയനെ കേൾക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇവിടെ ഈ അഫിഡവിറ്റ് കോടതിയിൽ കൊടുത്തതാണല്ലോ. എന്തായാലും രഹസ്യരേഖ മാധ്യമങ്ങൾ ചോർത്തിയെടുത്തതല്ലോ. ഈ രഹസ്യരേഖ അല്ലാതെ മാധ്യമങ്ങൾ ചോർത്തിയെടുത്തൊരു കാര്യമാണെങ്കിൽ ഒരാളോട് ക്രോസ് ചെക്ക് ചെയ്താൽ ചിലപ്പോൾ അത് പുറത്തു പോകുമെന്ന് വിചാരിക്കാം. ഹൈക്കോടതിയിൽ അഫിഡവിറ്റായി കൊടുത്തൊരു രേഖ എന്താണെന്ന് ഇത് എഴുതിയ ആളെയോ അതിൻ്റെ മന്ത്രിയെയോ അത് കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ സെക്രട്ടറിയെയോ വിളിച്ച് ചോദിക്കാനുള്ള മര്യാദ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചില്ലല്ലോ. അതെന്തുകൊണ്ടാ? അപ്പൊ അതിനകത്ത് അജണ്ട വളരെ ക്ലിയർ അല്ലേ? ഇത് വായിച്ചാൽ മനസ്സിലാവാത്തതാണ്. ആക്ച്വൽസ് എന്ന് എഴുതിയതാണ് പ്രശ്നമെങ്കിൽ അത് പ്രശ്നമല്ല എന്ന് മനസ്സിലാവണമെങ്കിൽ വീടിന്റെ ഉദാഹരണം എടുത്താൽ മതി. ഇനി അത് പ്രശ്നമാണ്, ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത് നാളെ രാവിലെ ബ്രേക്ക് ചെയ്തിട്ട് മറ്റന്നാൾ രാവിലെ നമ്മൾ കേസ് കേൾക്കാൻ ഇരിക്കുകയല്ല. ഇത് മുല്ലപ്പെരിയാർ പൊട്ടുന്നതിനെ സംബന്ധിച്ചുള്ളൊരു വാർത്തയല്ല. ഇതിന്റെ മാധ്യമപ്രവർത്തനം സത്യസന്ധമായിട്ടാണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ അഫിഡവിറ്റ് എഴുതിയയാളെയോ അതിന്റെ വകുപ്പ് സെക്രട്ടറിയോ സർക്കാരിനെയോ വിളിച്ച് വിശദീകരണം ചോദിക്കണം. ആ വിശദീകരണം കേട്ട ശേഷം മാത്രമേ ഇന്ത്യയിൽ കേബിൾ TV നെറ്റ്വർക്ക്സ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ചാനലോ പത്രമോ പ്രവർത്തിക്കാവൂ. അതിനെയാണ് നമ്മൾ വാർത്ത എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ ക്രോസ് ചെക്കിംഗ് എന്ന് പറയുന്നത്. ഈ ക്രോസ് ചെക്കിംഗ് ഇല്ലാത്ത മാധ്യമ പ്രവർത്തനം ഇന്ത്യയിൽ അവസാനിപ്പിക്കണം. അതിനുവേണ്ടി നിയമമോ കോടതി കേസോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ക്രോസ് ചെക്കിംഗ് ഇല്ലാതെ എന്നെ പറ്റി ഒരു വാർത്ത കൈരളി TVക്ക് വന്നാൽ അതിന്റെ എഡിറ്ററോ അതിന്റെ റിപ്പോർട്ടറോ എന്നെ വിളിച്ച് ചോദിക്കാതെ അത് പ്രക്ഷേപണം ചെയ്താൽ ഈ ചാനലിന്റെ ലൈസൻസ് കട്ട് ചെയ്യുന്ന ഒരു നിയമം ഇന്ത്യയിൽ കൊണ്ടുവരണം. അല്ലാതെ നമുക്ക് ആളുകളുടെ വിളിച്ചിട്ട് കിട്ടിയില്ല, തീരെ അവൈലബിൾ അല്ല, ആൾ മുങ്ങി നടക്കുകയാണ്, ശരി, നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേർഷൻ എടുത്താൽ ഈ കാര്യം മനസ്സിലാവും. വിശദീകരിക്കാൻ അവസരം കൊടുക്കാതെ എന്താണിത് എന്ന് മനസ്സിലാക്കാതെ ഈ സ്തോപജനകമായ നുണപ്രചരണം അടിച്ചുവിടുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളെ പറ്റിയുള്ള എൻ്റെ പരാതി. അത് ബോധപൂർവമാണെന്ന് വിശ്വസിക്കാനാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ എനിക്ക് തോന്നുന്നത്. അതിന്റെ ഗ്രാവിറ്റി, അതിനകത്ത് മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ കൂടി ഉണ്ടോ എന്ന് ഒരുപക്ഷെ അന്വേഷണത്തിൽ തെളിയേണ്ട ഒരു വിഷയമാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഈ കാര്യത്തിലുള്ള ഒരു എക്സ്ക്യൂസും ഞാൻ കൊടുക്കുന്നില്ല. കാരണം ഇത് നുണപ്രചരണമാണ് എന്ന് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അത് അറിയാനുള്ള സാഹചര്യങ്ങൾ വേണ്ട എന്ന് വെച്ചുകൊണ്ടോ കൊടുത്തിട്ടുള്ള വാർത്തയാണ്. ഇതിനകത്ത് എക്സ്ക്യൂസ് ഇല്ല. ഇത് ചരിത്രപരമായി കേരളത്തോട് ചെയ്യുന്ന അവഗണനയാണ്. ഈ അവഗണന ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ശരി, നമുക്കിപ്പോൾ കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ കൊടുത്തു. ആ കൊടുത്തതിന് ശേഷവും കിട്ടുന്നില്ലാത്ത കണക്കുകൾക്ക് വേണ്ടി പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒറ്റക്കെട്ടായി നിൽക്കുമോ? ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം ശരത്തെ, കേരളത്തിലെ എത്ര MP-മാർ അവരുടെ MP ഫണ്ടിൽ നിന്ന് ഈ വയനാട്ടിലെ സാധാരണക്കാർക്ക്, ഇത് സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് പണം കൊടുത്തു? ഒന്ന് അന്വേഷിച്ചു നോക്കുന്ന മറ്റൊരു വാർത്ത കിട്ടും നിങ്ങൾക്ക്. ഇതാണ് കേരളത്തിന്റെ ഈ രാഷ്ട്രീയം നമ്മളെ കൊണ്ട് എത്തിച്ചു നിൽക്കുന്നത്. നമ്മൾ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ്, കക്ഷി രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലുമ്പോൾ കേന്ദ്ര സർക്കാർ ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും മറ്റ് സംസ്ഥാനങ്ങൾക്കും കോടിക്കണക്കിന് കൊടുക്കുന്ന പൈസ ചില്ലി കാശ് കൊടുക്കാതെ PM കെയർ എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടാതെ മാധ്യമങ്ങൾ ഇവിടുത്തെ പെറ്റി ഇൻട്രസ്റ്റിന്റെ പുറകെ നിൽക്കുകയാണ്. പ്രതിപക്ഷവും അതിലാണ് എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ്.